വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട്. പ്രശ്നങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ടിസിവിയുടെ സംവേദനം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരിത രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതാണെന്നും ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും രാജൻ ആരോപിച്ചു. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ട വിവരം അറിയിക്കാനാണ് തീരുമാനം. വകുപ്പുകൾ തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴത്തെ നടപടിക്ക് പിന്നിലെന്നാണ് ചിലരുടെ വാദം. അങ്ങനെ വകുപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നടത്താൻ പറ്റിയിടം ഡൽഹിയാണെന്നും മന്ത്രി വിമർശിച്ചു. അഡീഷനായി ലഭിക്കണം എന്ന ആവശ്യം നിറവേറ്റിയില്ലെന്ന് മാത്രമല്ല, ഏത് വിധത്തിലാണ് കേരളത്തിന്റെ ദുരന്തത്തെക്കുറിച്ച് IMCT കാണുന്നത്, L0, L1, L2, L3, കേരളത്തിന്റെ അഭിപ്രായം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന L3 ആക്കണം എന്നാണ്. ഇതുവരെയും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ, അതിതീവ്ര ദുരന്തമുണ്ടായാൽ അവിടുത്തെ ദുരന്ത ബാധിതർക്ക് ദേശസാൽകൃത ബാങ്കുകളിലുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചൂരൽമലയിലെ മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളണം എന്ന സർക്കാരിൻ്റെ രണ്ടാമത്തെ ആവശ്യം ഇതുവരെയും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതിന് രണ്ടിനും ₹1 പോലും കേന്ദ്ര ഗവൺമെന്റിന് ചെലവുള്ളതല്ല. കേരളത്തിനോട് പറഞ്ഞത് NDRFന്റെ സംഖ്യയായി അനുവദിക്കുന്നത് കേരളത്തിൽ ബാക്കിയുള്ള STRFന്റെ സംഖ്യയിൽ നിന്ന് 50% എടുത്തിട്ടുള്ള 153 കോടി രൂപയാണ്. സത്യത്തിൽ അത് കണക്കിൽ മാത്രമേ ഉള്ളൂ, പണമായി നൽകില്ല. 3 ദിവസം മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഓഫീസ് ഓർഡറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. STRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ഈ പണത്തെ ഞങ്ങൾ തരുന്നു എന്ന് പറയുമെങ്കിലും ഫിസിക്കലായി നില്ലാണ്, ₹1 പോലും നൽകാൻ ഈ ഓഫീസ് ഓർഡറിലൂടെ സാധ്യമല്ല എന്നവർ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 14ാം ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ച് എല്ലാ വർഷവും 291 കോടി 20 ലക്ഷം രൂപ കേരളത്തിന് തരണം. ചൂരൽമല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തരണം. ആ സംഖ്യ പക്ഷെ ഉപയോഗിക്കാൻ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ STRF പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വീട് തകർന്നാൽ ആ വീട് തകർന്നതിന് 1,30,000 രൂപ എന്ന നോംസ് അനുസരിച്ചുള്ള പണം കൊടുക്കാൻ ഒരു മന്ത്രിയുടെയും റെക്കമെൻഡേഷൻ വേണ്ട, ഒരു കേന്ദ്ര ഗവൺമെന്റിന് മെമ്മോറാണ്ടവും നൽകേണ്ട, പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യേണ്ട. STRF എമൗണ്ട് അനുസരിച്ച് ഒരു വീട് പൂർണ്ണമായും തകർന്നാൽ ആകെ കൊടുക്കാൻ കഴിയുന്ന പണം 1,30,000 രൂപ മാത്രമാണ്. ഒരു റോഡ് തകർന്നു പോയാൽ കൊടുക്കാവുന്ന സംഖ്യ 75,000 രൂപ മാത്രമാണ് കിലോമീറ്ററിന്. ഒരാൾ മരിച്ചാൽ ഏത് വിധത്തിൽപ്പെട്ടയാളാണെങ്കിലും കൊടുക്കാവുന്ന സംഖ്യ 4 ലക്ഷം രൂപയാണ്. ഒരു വാഴ നശിച്ചാൽ കൊടുക്കാവുന്ന സംഖ്യ ₹6.20 ചൂരൽമലയ്ക്ക് ഈ സഹായം പോരാ. ഉദാഹരണത്തിന് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ അവിടെയുള്ള 812 കുടുംബങ്ങൾക്ക് മാസം 6,000 രൂപ വീതം വാടക കൊടുക്കാൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. മുടക്കു കൂടാതെ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പണം STRFൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് CMDRFന്റെ കണക്കിലേ പെടുത്താൻ പറ്റൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ STRF നേരത്തെ പറഞ്ഞ നോമിനലായിട്ടുള്ള സംഖ്യ നോംസ് അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ.